ഒരു ഞായറാഴ്ചയായി എന്തെങ്കിലുമൊക്കെ പരിപാടി ഓണാക്കണ്ടേ എന്ന് പറഞ്ഞിങ്ങനെ ചായയും കുടിച്ച് മോർണിംഗ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ നാട്ടിൽ കൂടെ ബസ് ഓടുന്നു. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു കിടിലെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റിയും കൂടി ഉണ്ട്. ഒരു സ്വാഗതം പറയടി. സൗദം അല്ല, സ്വാഗതം. വെൽക്കം പറ, ഇംഗ്ലീഷിലെങ്കിലും പറ. സ്വാഗതം എന്ന് കിട്ടില്ല, സ്വാഗതം. സ്വാഗതം പറ. വെൽക്കം. ഓള് വെൽക്കം പറഞ്ഞ ഒതുക്കി. ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപാടി പറയണതിന് മുന്നേ ഒരു കാര്യം പറയാം. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തി. ഇന്നലെ ഞാൻ ഇവിടെ എത്തി, നമ്മുടെ വീട്ടിൽ വന്നു. ഞാൻ കിടന്നെണീച്ച് നോക്കുമ്പോൾ ഒരു 2:30 ആകുമ്പോൾ ഏട്ടൻ ഇങ്ങനെ വിളിക്കാം, എടാ എവിടെ നീ എണീക്ക്, പെട്ടെന്ന് എണീക്ക്, ഇതാ അവിടെ ഒരു സാധനം ആന വന്നിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് നോക്കുമ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു കൊമ്പൻ ഇങ്ങനെ കൊമ്പൊക്കെ ആക്കിയിട്ട് 2 തെങ്ങൊക്കെ വീഴ്ത്തിയായിട്ടിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ ഇന്നലെ കൊമ്പനെ? എങ്ങനെയുണ്ടായിരുന്നു കൊമ്പൻ? വളരെ മനോഹരമായിരുന്നില്ലേ? എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. കാരണം വീട്ടിൻ്റെ തൊട്ട് ഫ്രണ്ട്, ഞാൻ വേണമെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഞാൻ അവിടുത്തെ വിഷ്വല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനനെ മാത്രം കാണിക്കലല്ല, മീൻസ് ആന വന്ന സ്ഥലം കാണിക്കലല്ല. ഇന്ന് നമ്മൾ കനാലിലൊന്ന് കുളിക്കാൻ പോവാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു ദിവസം ആ ഒരു വീഡിയോ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു, പ്ലാനാക്കിയൊക്കെ എടുത്ത് സെറ്റാക്കിയതാണ്. പക്ഷേ അതിൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടുത്തെ കനാലിൽ വെള്ളം വന്ന് നമ്മളെങ്ങനെ കുളിക്കും, നമ്മുടെ ഈ വീട്ടിലെ ഒരു സാഹചര്യവും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, ഇവിടുത്തെ ഒരു വൈബൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ കുളിക്കാൻ പോകണതിന് തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഞാൻ എന്തായാലും ലെറ്റ്സ് ഗോ ടു കനാലിലേക്ക് മെല്ലെ ഇറങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി പിടിക്കുന്നു. കുറച്ച് പ്ലാൻ ഉണ്ട്. എവിടെയെങ്കിലും ഓഫ് റോഡോ അല്ലെങ്കിൽ അധികം മലയോ കാടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക്. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പോൾ പോയി കുളിക്കട്ടെ, റെഡി ആയിട്ടെ. അമ്മ ആന കണ്ട് ഞെട്ടിയിരിക്കുന്നു. വീഡിയോ കണ്ടില്ലേ? ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. രാത്രിയാണ്, അത് എത്ര ക്ലാരിറ്റി ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കണ്ടു നോക്ക്, ആ കൊമ്പൻ്റെ ശരിക്കൊരു രൂപം നിങ്ങൾക്ക് കാണാം. രൂപമെല്ലാം കാണാം, പക്ഷെ രാത്രി ആയതുകൊണ്ട് ലൈറ്റിൻ്റെ കുറവൊക്കെ കൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. അതെ, ഇന്നലെ കിടന്നുറങ്ങിയിട്ടാ. നീ ഇന്നലെ എണീച്ചില്ലല്ലോ. ഇവളുടെ അച്ഛൻ വിചാരിച്ച് ഇവളിനെ വിളിച്ച അവളുടെ ഉറക്കം കളയണ്ട വിചാരിച്ച് ഇവള് കിടന്നുറങ്ങി. ഞാൻ എന്നെ കാണാൻ പറ്റില്ല. അങ്ങനെ തന്നെ. പിന്നെ പേടിക്കും പറഞ്ഞിട്ടാ. നീ എന്തിനാ പേടിക്കണം? അയ്യേ. പിന്നെ എന്തായാലും ഇവള് കാണാൻ പറ്റില്ല. ഞാൻ വീഡിയോ കാണിച്ചു. വീഡിയോയിൽ കണ്ടില്ലേ നീ? അപ്പൊ നമ്മളെന്തായാലും പോയി കുളിക്കട്ടെ കേട്ടോ. അവിടുത്തെ വിഷ്വലും കാണിച്ചു തരാൻ. നിന്നോടെ മൃദുല മധുരം മതിമനോഹരം മാനത്തെ അമ്പിളി ചേലത്തെ കൊമ്പിളിൽ വേനലിൽ പൊള്ളാതെ നീ പെയ്തു, നീ ചെയ്യാതെ ഞാൻ കമ്പിളി പോലെ നിന്നെ പുണരാം. അന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇന്ന് ഇത്തിരി വെള്ളം കുറവാണല്ലോ. ഇന്ന് ഞാൻ ചാടാൻ പറ്റും എനിക്കറിയില്ല. ചാടിയ ഞാൻ മിക്കവാറും സീനാണ്. കാരണം ആ ഒരു റെഡ് ലൈൻ കാണുന്നുണ്ട് നിങ്ങൾ. അതാ റെഡ് അല്ലല്ലോ അത്, ഒരു ലൈൻ. അവിടം വരെ വെള്ളം ഉണ്ടായിരുന്നാണ്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ ചാടായിരുന്നു. ഇതിപ്പോൾ ചാടിയാൽ എനിക്ക് പണി കിട്ടും. കാരണം ഞാൻ പണ്ടത്തെ പോലെ ചെറിയ കുട്ടിയല്ലല്ലോ, വളർന്ന് വലുതായി. എന്താ മോനെ? എന്താ അവര്? ഡേയ് അല്ല, അത് ആടുകുട്ടിയാണല്ലോ അല്ലേ? കനാലിലെ വെള്ളം കണ്ടോ നിങ്ങൾ? മനോഹരമല്ലേ? എന്താ മീനൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ എന്തായാലും ചെരുപ്പ് കഴുകണം, ഈ ബാഗ് കഴുകണം, നമ്മുടെ ഈ ക്യാപ്പ് കഴുകണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുളിക്കണം കൂടെ കാണിച്ചു. പിന്നെ നിങ്ങൾക്ക് ആന വന്നില്ല, അതും കൂടെ ഞാൻ കാണിച്ചു തരും. നിങ്ങൾ നേരെ കാണണ്ട, എൻ്റെ ഈ കാണണ്ട ആ തെങ്ങുംതോപ്പ് കണ്ട. ആ തെങ്ങുംതോപ്പിൽ ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. ഇന്നലെ ഇവിടെ കയറി കഴിഞ്ഞാൽ മാറും. എന്താണ് തെങ്ങൊക്കെ മറിച്ചിട്ടിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഈ നമ്മൾ കുളിക്കുമ്പോൾ ഞാൻ കയറിയിട്ട് അപ്പുറം പോയിട്ട് കാണിച്ചു തരാം. മാറാങ്ങട് ഫോണ് തട്ടിയിട്ട്. എടാ പന്നീൻ്റെ പട്ടീൻ്റെ നായ, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത്രേ വെള്ളമുള്ളൂ, പണി കിട്ടിയാ പറ്റാടി. പണിയൊന്നും കിട്ടൂല. ആന ഞാൻ കാണിച്ചു തരാട്ടാ. എന്താ കാര്യമാ? നമ്മുടെ ആന വന്ന സ്ഥലം. ഇത് കയറാൻ കഴിയടി ചെരുപ്പ കുഞ്ഞാറ്റ? നമ്മൾ കയറി കാണിക്കുമ്മ. അമ്മ പറയും ഇതിൽ കയറാൻ പറ്റില്ല കേട്ടോ. ആന വന്ന എവിടെ നിന്നല്ലേ? വ്യത്യാസമുണ്ട്, എന്നാലും അങ്ങനെയല്ല. അവിടെ കയറാൻ പറ്റുമായിരിക്കും. അമ്മ കുഞ്ഞാറ്റ അവിടെയുണ്ട്. അമ്മ അത് ഏട്ടൻ്റെ വീട്, ആ കാണാണ് എൻ്റെ വീട്. നമ്മളുടെ ആന വന്നു പറഞ്ഞില്ല ഇന്നലെ. ഞാൻ അത് ഈ ഒരു എഴുതി കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എന്നാലും രാത്രി ഇവിടെ നോക്കുമ്പോൾ ബൊമ്പം കൊമ്പൻ. ആ വിഷ്വല് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഫുള്ള് കാടാണല്ലോ. ഇവിടെ ഇതൊന്നും ഒരു പുത്തിരില്ല. ഇന്നലെ ആന വന്നാട്ടെ ഈ 2 തെങ്ങ് വീഴ്ത്തിയിട്ടിക്കണ്ട. കവുങ്ങ് ഇന്നലെ ഇവിടെയാണ് നമ്മളെ കൊമ്പനെ കണ്ടിട്ടണ്ട. ഇന്നലെ വീഴ്ത്തിയിട്ടാണ്. ഇന്നലെ ഇവിടെ നിന്ന് ഫുള്ള് ആശാൻ തിന്നുകൊണ്ടേ ഇരിക്കുകയാണ്, കണ്ടില്ലേ? ഇന്നലെ നമ്മളെത്ര ടോർച്ച് അടിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് ആശാൻ പോകണില്ല. ഇന്നലെ ഫ്രഷ് തെങ്ങ് ഇന്നലെ വീഴ്ത്തിയിട്ടാ. ഇതൊക്കെ ഇന്നലെ ഇട്ട് ചവിട്ടി പൊട്ടിച്ചാണ്ടാ. അത് ആടെ ഒരു കവുങ്ങതാ.
ഇവിടെ ഇങ്ങനെ ഇത് സ്ഥിര ഏരിയ ആണ് കേട്ടോ. ഈ കാണുന്ന നേരെ കയറി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അതുകൊണ്ട് ആന രാത്രി ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിലവിളിക്കും. ആന വന്ന് ഇന്നലെ 2:30 ആകുമ്പോൾ എണീറ്റ്. കാരണം അതുപോലെ ഒരു കൊമ്പൻ, അത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ നിൽക്കുകയാണ് ആന. നമ്മളത് ആ ഒരു ഏരിയ ഉണ്ട്, അവിടെ നിന്നിട്ട് ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ വീട് അവിടെ, ഏട്ടൻ്റെ വീട് അവിടെ. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ കാണാം ആന ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഞാനാണ് ഇവിടെ പുതിയ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം വിളിച്ചൊക്കെ കഴിച്ച് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോൾ ആശാമെല്ലാം കയറിപ്പോയി. അപ്പോൾ എന്തായാലും ഞാൻ കുളിക്കട്ടെ. എന്താ ഇന്നിനി നേരം ഇത്തിരി നേരം കാലത്ത് പിള്ളേർ ആ ഒരു ബാക്കിലൊരു ഏരിയയിൽ നല്ല കുറച്ചും കൂടെ ആഴമുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ചാടി കുളിച്ചൊന്നുമല്ല. പിള്ളേർ കാലത്ത് കുറേ പേര് കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കുളിക്കുന്ന ഒരു കനാലിലെ എൻ്റെ വീട്ടിലെ മനോഹരമായ ഒരു ദൃശ്യം. ആനയെ കണ്ടല്ലോ. അപ്പോൾ ഓക്കെ, ബൈ, സി യു. This is beautiful in my home, Nelliambadi Arumburapadi house. ഇരുന്ന് 12 മണി നോക്കുമ്പോൾ ഒരു മഴയൊക്കെ പറയിട്ടു. എന്ത് പറ്റി ഈ കാലാവസ്ഥയ്ക്ക് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇത്ര നേരം ഇരുന്ന് റിസർച്ച് ആയിരുന്നു, ഇങ്ങോട്ട് പോകും, വണ്ടിയും കൊണ്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോകും. അങ്ങനെ ആലോചിച്ച് ഞാൻ അവസാനം വിചാരിച്ചു നമുക്കൊരു ചിമ്മിനി ഡാമും കൂടെ ഉണ്ട്, അപ്പോൾ അതും കൂടെ പോയി ഒന്ന് ജസ്റ്റ് കണ്ട് നോക്കാം. കുറേ നോക്കിയിട്ടാ പിന്നെ ഓഫ് റോഡൊക്കെ ഉണ്ടോയെന്നൊക്കെ നോക്കി. നമ്മളെന്തായാലും ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ പോണ വഴിക്ക് പ്ലാൻ വല്ലതും മാറുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഇറങ്ങട്ടെ. സോ ഗേസ്, നമ്മൾ ഇന്നൊരു കുന്നിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെന്ത് പറയുമെന്ന് അറിയില്ല, അടിക്കുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ജസ്റ്റ് പോയി നോക്കാം. സംഭവം അടിപൊളിയാണ്, കിടില സ്ഥലം. അവിടുന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് ഉണ്ടെന്ന് മനസ്സിലായി. അത് മറ്റൊരു എപ്പിസോഡായിട്ട് വരും കേട്ടോ. ആ മല കയറുന്ന ഓഫ് റോഡ്. ചിമ്മിനി ഡാം ഞാൻ ക്യാൻസൽ ചെയ്തു. പെട്ടെന്നായിരുന്നു ആ ഒരു ക്യാൻസലേഷൻ. ആക്ച്വലി ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഇങ്ങനെ സ്റ്റാറ്റസൊക്കെ കാണാം. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കണതാണ്. അപ്പോൾ എനിക്ക് കുറേ കാലമായിട്ട് ഇതുപോലെ ക്രിക്കറ്റ് കളിക്കണം. അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ഗ്രൗണ്ടിൽ, ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ്, ബോയ്സ് സ്കൂൾ, എനിക്ക് അപ്പുറത്ത് കാണുന്നുണ്ടാവും. അപ്പോൾ ആ കളി കാണാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട്, ഇന്ന് ഞായറാഴ്ചയല്ലേ കളിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഡാം പോയില്ല, കാരണം എനിക്ക് ഒരുപാട് ലോങ് ഇനി ഓടണ്ടേ എന്നുള്ള മൈൻഡായി. അപ്പോൾ ഞാൻ നേരെ അവിടെ നിർത്തിയാൽ തിങ്ക് ചെയ്ത് ഞാൻ വണ്ടി ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ കളിക്കുന്നുണ്ടോ, ഏട്ടൻ്റെ വണ്ടി അവിടെ നിൽക്കണ്ട കേട്ടോ. ഏട്ടൻ അവിടെ ഉണ്ടാവും മിക്കവാറും, പോയി കണ്ടു നോക്കാം. ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എവിടെയാണ്, അവിടെ ഉണ്ടാ സ്റ്റേഡിയം അല്ല കളിക്കുന്നിടത്ത് ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ അവിടെ ഗ്രൗണ്ടിൽ ഫീൽഡിലേക്ക് നിൽക്കണം. ഒരു കിടിലെ ക്യാച്ചായിരുന്നു കേട്ടോ, അടിപൊളി പോയത്. അത് കാണാൻ പറ്റി. 4 ഓവർ സംതിങ് ആണ് കളി. അതിലൊരു 100 സംതിങ് റൺ എന്തോ അവർ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ടാസ്ക് കളിയായിരുന്നു. സെമി ഫൈനലായിരുന്നു. അടിച്ചോ ചെമ്പോന്റെ കിടിലൻ ബാറ്റിംഗ് കണ്ട് തീ പാർന്ന സിക്സൊക്കെ കണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെയാണ് അറിഞ്ഞത് സെമി ഫൈനലാണ്. അങ്ങനെ നമ്മൾ 20 റണ്ണിന് എന്തോ പുറത്ത് പോയായിരുന്നു. പിന്നെ ഫൈനലും കൂടെ ഉണ്ടെന്ന് അറിയാണ്. എന്നാൽ പിന്നെ ഫൈനലും കഴിഞ്ഞ് കപ്പും കൊടുക്കുന്ന കണ്ട് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് കാത്തു നിന്ന്. അങ്ങനെ ഫൈനലിൻ്റെ കപ്പ് കൊടുക്കൽ ചടങ്ങിലേക്ക് കടന്നിരിക്കട്ടെ. ഇത് നമ്മുടെ എൻ്റെ ഏട്ടനാണിത്. അവിടുത്തെ പിള്ളേരും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, അടിപൊളി. അത് അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കിടക്കാമെന്നാണ് തോന്നുന്നത്. പരിപാടിയൊക്കെ കഴിഞ്ഞ് കപ്പ് കൊടുക്കുന്ന ചടങ്ങിൽ പോയപ്പോഴാണ് 4th പ്രൈസ് വരെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3rd പ്രൈസായ ചെമ്പോയ്ക്കും കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കാത്തു നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എമർജിങ് പ്ലെയറായിട്ട് നമ്മുടെ ചെമ്പോയിൽ നിന്നുണ്ടായിരുന്നു. മോസ്റ്റ് വാല്യബിൾ പ്ലെയർ, ബെസ്റ്റ് ബോളർ, ബാറ്റ്സ്മാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഇതിന് 2-3 ട്രോഫിയൊക്കെ കിട്ടി. കുറേ പേര് കേട്ടോ അടിപൊളിയായി കളിക്കണം. അതായത് ഞാൻ ചെറുപ്പം മുതൽ തന്നെ കാണുന്ന കുറേ എൻ്റെ നാട്ടിൽ കളിക്കുന്ന കുറേ ഏട്ടന്മാരേക്ക് എനിക്ക് വീണ്ടും കാണാൻ പറ്റി. അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും അവർക്കൊക്കെ സമ്മാനദാനവും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അവസാനം 2nd 3rd ഒക്കെ കൊടുത്ത് ബെസ്റ്റ് ബോളറായിരുന്നു. അങ്ങനെ കുറേ പേര് കേട്ടോ, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ ചെമ്പോയ്ക്ക് കിട്ടിയത്. ആ ബ്ലൂ ഷർട്ട് ഇട്ട ഏട്ടൻ കൃഷ്ണൻകുട്ടി ഏട്ടനാണ് മേടിച്ച്. പിന്നെ അവസാനം ഫൈനൽ കിട്ടിയ ആ ഒരു ഏട്ടൻ കപ്പ് മേടിക്കാൻ വരുന്ന സ്റ്റൈലാട്ടോ. എന്തായാലും അടിപൊളിയായി. അവർക്കാണ് ഫസ്റ്റ് അടിച്ചത്. അപ്പോൾ എന്തായാലും അവരുടെ പ്രൈസൊക്കെ കഴിഞ്ഞ് അങ്ങനെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ട് ഒരു പരിപാടി എന്തായാലും അടിപൊളിയായി. ഫൈനൽ കാണാൻ പറ്റി, അടിപൊളി നൈസ്. അപ്പോൾ എന്തായാലും പോട്ടെ. അവരതാ ഫസ്റ്റ് കിട്ടിയ അവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏട്ടന്മാരെ പിള്ളേർ. ആക്ച്വലി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, എൻ്റെ അമ്മൻ്റെ വീടിൻ്റെ അടുത്ത ക്ലബ്ബാകട്ടെ, ചെമ്പോ ക്ലബ്ബ്. അപ്പോൾ എന്തായാലും പരിപാടി കഴിഞ്ഞ് നമ്മൾ പോവാണ്.
ഒരു 1-1.5 കളിയായിരുന്നു. കളി എന്തായാലും കഴിഞ്ഞു. ഫൈനലൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നിന്ന് എനിക്കിനി വയ്യ കഴിക്കാൻ. കണ്ടിന്യൂസ് ഹോട്ടൽ ഫുഡ് കഴിഞ്ഞു 2 ആഴ്ചയായിട്ട്. അപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങാമെന്ന് വിചാരിച്ച് നേരെ വീട്ടിൽ പോവാട്ടാ. ഇതിലും കളിയൊക്കെ കഴിഞ്ഞ് വീടെത്തിയിട്ട് അതിന് കുറച്ച് ചോറിന് ക്ലൈമറ്റ് എന്താ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ചെന്നൈയിൽ എന്തോ ഒരു ചുഴലിക്കാറ്റ് എന്തോ വന്ന് ഫുള്ള് വെള്ളപ്പൊക്കമാണെന്നൊക്കെ പറയണം. എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ, പ്രാർത്ഥിക്കാം. വീട്ടിൽ നിന്ന് ചോറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിള്ളേരോട് ഫുട്ബോൾ കളിക്കുന്നുണ്ടാണ്. പോയി നോക്കട്ടെ കളിക്കാൻ പറ്റുള്ളൂ. പോവാം. നമ്മൾ ചെറുക്കനെടുക്കരുത്, ചെറുക്കനെ ഇതൊന്നും അധികം എടുക്കണില്ല. എൻ്റെ നാട്ടിലെ പിള്ളേരെ എളുപ്പമായിട്ട് പോകുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോയി നോക്കാം. ടീം പോരാ അല്ല ടീം പോരാ. സന്തോഷേ വേണ്ടാന്ന് ഓഫല്ലടാ. എടുക്കടാ അതിരാ ക്രോസ്. ആ ഗോള് ഇല്ലടാ. പോയി പറഞ്ഞു വയസ്സിലെ. പോടാ കിട്ടിയടാ. ആടാ എടുക്കടാ. അയ്യോ കഴിഞ്ഞില്ലാട്ടാ. 6:30 ഇരുട്ടായിട്ട് നമ്മൾ കളിച്ചോണ്ടിരിക്കാം. കളി കഴിഞ്ഞൂടാ. പോയി കനാലിൽ ചാടി ഒരു കുളി. ഫുട്ബോൾ കളിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാൻ നേരെ വന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനായിരുന്നു. വളരെ പോസിറ്റീവും ഭയങ്കര ഉടുക്കുപാട്ടും ചെണ്ടമേളവും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി പരിപാടിയായിരുന്നു. അവിടെ വന്ന് നിന്നപ്പോൾ അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. പിന്നീട് ഇതിലൊരു ഉത്സവം മൂട് എന്തായാലും അടിപൊളി. ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ പരിപാടി കേട്ടാ. അറ്റ്മോസ്ഫിയർ അമ്പലും അയ്യും പാട്ടാണ്. ഇനി ഇവിടെ പുട്ടും പാട്ടൊക്കെ ആയിട്ട് പിള്ളേരെല്ലാവരും വെയിറ്റിംഗ് കേട്ടോ. അടിപൊളി കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ പാട്ടിനവിടെ കുറേ നേരമായിട്ട് ആ ചേച്ചി വരുന്നുണ്ട് വിളിക്കാൻ പോകണം. പക്ഷെ ഇവിടെ നല്ല വൈബ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുകയാണ്. ഈ കൊട്ട് എത്ര നേരം കൂടെ ഉണ്ടാവുന്ന അറിയില്ല. കൊട്ടുകൾ കേട്ടല്ലോ അടിപൊളിയായിരുന്നു. അപ്പോൾ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കട്ടാ. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇതുപോലത്തെ ഒരു കൊട്ട് കാണുന്നത്. ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ കളിക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ഇതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി കൊട്ടായിരുന്നു. അപ്പോൾ ഞാൻ അകിലും കൂടെ കുറച്ച് നേരം കൂടെ നിൽക്കും, എന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം കൊട്ട് കഴിഞ്ഞു കേട്ടോ. അടിപൊളിയായിരുന്നു. കുറേ ഇങ്ങനെ കേട്ടുന്നു. എൻ്റെ മോനെ ഒരു കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങനെ കേൾക്കുന്നത്. അഖിലങ്ങനെ ഉണ്ടോ ഫീല്? അടിപൊളിയല്ലേ? കുറച്ച് നേരം അങ്ങനെ കേട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഉത്സവങ്ങളുടെ കാലമായി. അന്നദാനം ഉണ്ടെന്നാ പറഞ്ഞു. അപ്പോൾ പോയി നോക്കാട്ടാ. നമ്മൾ അന്നദാനം കഴിക്കാൻ വന്നിരിക്കട്ടാ. അന്നദാനം കഴിക്കും. നമ്മൾ റെഡി ആയിട്ട് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പറഞ്ഞ അന്നദാനം ഉണ്ട്, കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടേ പോകുള്ളൂ പറഞ്ഞിട്ട് നമ്മൾ അന്നദാനമൊക്കെ മേടിച്ചു. ഇനി കഴിക്കട്ടെ. അപ്പോഴേക്ക് ചേച്ചി തൃശ്ശൂരിൽ നിന്ന് വണ്ടി വരുള്ളൂ. അവൾ എത്തായിരിക്കും.
എല്ലാം സദ്യട്ടാ കഴിച്ചു കഴിഞ്ഞു. കഴുകില്ല പ്ലേറ്റും കൂടെ കഴുകി നമ്മൾ നേരെ പോവാണ്. കഴിഞ്ഞോട്ടോ അവിടെ പരിപാടി. നമ്മൾ നെന്മാറ ടൗണിലേക്ക് എത്തിയിട്ടാ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുള്ളിനെ തേടിയിട്ടായിരുന്നു ഈ പോക്ക്. അങ്ങനെയാണ് അയ്യപ്പൻപാട്ടിലെത്തിയതും. അങ്ങനെ നമ്മൾ ഇവിടെ വിളിച്ചിട്ട് വന്നു, വീടെത്തി. അപ്പോൾ ഞാൻ ലൈവ് പോട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ ദ സപ്പോർട്ടിങ് ഗേസ്. മറ്റൊരു കിടിലൻ വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ, സീ യു, ഗുഡ് നൈറ്റ്.